ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയിൻ രാജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പമുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ജില്ലയിൽ മഴ എങ്ങനെയുണ്ട്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മഴ മുന്നറിയിപ്പ് ആണ് നൽകിയിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ് ജെയിൻ? മോത്തി, ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, തൊടുപുഴയാറാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏതാണ്ട് 2 അടിയിലധികം വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടുക്കിയുടെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും മഴ ശക്തമല്ല. മഴയുണ്ട്, പക്ഷേ ശക്തമല്ല. ചാറ്റൽ മഴയാണ് പല സ്ഥലത്തും പെയ്യുന്നത്. മൂന്നാറിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശക്തമായ മഴ പെയ്തിട്ടില്ല. കുളമാവ്, അതോടൊപ്പം തന്നെ കട്ടപ്പന, തൊടുപുഴ, ഉടുമ്പന്നൂർ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. അതായത് ഈ പ്രശ്നസാധ്യത മേഖല, കൂടുതൽ സാധ്യതയുള്ള മലയോര മേഖലയിൽ നെടുങ്കണ്ടം, രാജാക്കാട് അങ്ങനെയുള്ള പ്രദേശത്തേക്ക് അതിശക്തമായ മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മലങ്കര ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. മറ്റ് ചെറിയ ഡാമുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ഈ മഴ ആരംഭിച്ചതിന് ശേഷം ഒരു 10 അടിയിലധികം വെള്ളം ഇടുക്കി ഡാമിൽ കൂടിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഒരു 8 അടി വെള്ളമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയെ തുടർന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട് അധികം വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും 120.70 അടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ വെള്ളം സംഭരിക്കാൻ ഡാമിൽ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വലിയ 2 ഡാമുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ചെറിയ ഡാമുകൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്. പക്ഷേ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. മലങ്കരയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. മലങ്കര തുറക്കുമ്പോഴാണ് മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്നത്. അപ്പോൾ മലങ്കരയിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ നമുക്കറിയാം, റെഡ് അലേർട്ടാണ്. നിയന്ത്രണങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. വിനോദസഞ്ചാര മേഖലകൾ പ്രവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് പള്ളിവാസൽ, അതോടൊപ്പം തന്നെ കുഞ്ചിത്തണ്ണി, മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വില്ലേജുകളിലാണ് ഈ കർശന നിയന്ത്രണം ഉള്ളത്. മറ്റിടങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. അതിനുശേഷം മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ആകാശം മേഘാവൃതമാണ്. ഏത് സമയത്തും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്ന ജാഗ്രത ഇനിയും തുടരേണ്ടതാണ്. തീർച്ചയായും.